നമസ്കാരം. ദീപാവലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് രണ്ട് അറ്റാക്കാണ്, മർമ്മപ്രയോഗമാണ്. അത് ഒന്ന് നെഞ്ചിനാണ്, ഒന്ന് മുഖത്ത് ചെയ്യാനത് രണ്ട് സൈഡാണ് ചെയ്യണം. ഒന്ന് പെടലിയുടെ ബാക്ക് സൈഡും ഒന്ന് കണ്ണാടിക്കാലം എന്നൊക്കെ പറയും. ഇങ്ങനെ പൊത്തിയടിക്കുക, അവിടെ കണ്ണ് തമ്മിൽ കൂട്ടി പൊത്തിയടിക്കുക. അപ്പോൾ ഇതാണ് ഇന്ന് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട. തലയുടെ പുറവശം അടിച്ചാൽ ബാലൻസ് പോവും, പിന്നീട് ആൾക്ക് കുറേ നാൾ കഴിയുമ്പോൾ ക്ഷീണക്കാരനായി മാറും. അപ്പോൾ അവിടെയൊന്നും ഒരിക്കലും ആരെയും തല്ലരുതും. ഇത് നമ്മൾ ഒരു ട്യൂട്ടോറിയൽ ഇത് ക്ലാസ് എടുക്കുക. അപ്പോൾ ക്ലാസ് എടുക്കാനായിട്ട് അതിൻ്റെ ഗൗരവത്തിൽ അത് കാണാവുള്ളൂ. അല്ല നിങ്ങളിതൊരു ശത്രുവിന് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനെ അടിച്ച് നോക്കാമെന്ന് വേണ്ടി ഒരിക്കലും വിചാരിക്കുന്നു, അങ്ങനെ തൊടുകയും ചെയ്തു. അപ്പോൾ കുറേ ടെക്നിക്ക് ഞാൻ ഒഴിവാക്കി വെച്ചിരിക്കുന്ന സാധനം, ഡേഞ്ചറായ കുറേ ടെക്നിക്കുണ്ട് കളരിയിൽ. അത് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്. എന്നാൽ പരസ്യമാക്കുന്നതിൻ്റെ കാര്യം മറ്റുള്ള കലകളെല്ലാം ഭയങ്കര വിദഗ്ധമായിട്ട് ടെക്നിക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കളരിക്കാർ മാത്രമേ ഈ മെയ് ബൈറ്റും നേർകാലക്കാടിയൊക്കെ കാണിക്കുന്നുള്ളൂ. ടെക്നിക്ക് എന്ന് വെച്ചാൽ കളരിക്കാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒതുങ്ങി പോവുകയാണ്. നമ്മൾ രണ്ട് വിദേശികളുടെ മുമ്പിൽ രണ്ട് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തു പോകുന്നൊരു അഭ്യാസമായി മാറിയിരിക്കുക നമ്മുടെ കളരിപ്പറ്റി. അതല്ല, നമ്മുടെ കളരിയിൽ ഇങ്ങനെ ടെക്നിക്കുണ്ട്, ഇത്രയൊക്കെ ടെക്നിക്കുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് മാക്സിമം നമ്മളിങ്ങനെ ടെക്നിക്ക് കാണിക്കുന്നത്. അത് ചിലവർ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്തിനാണ് ഇത് രഹസ്യമായിട്ട് വെച്ച് ഇത് ആര് കാണാൻ, പരസ്യമായാലേ 10 പേര് കാണത്തുള്ളൂ. അത് കാരണമാണ് ഞങ്ങളിത് ജനങ്ങളിൽ കാണാൻ വേണ്ടിയാണ്, പിള്ളേരിൽ വിദ്യാർത്ഥികളിൽ കാണാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നെ ഒരുപാട് കരാട്ടക്കാരും വിളിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട്, ഇതൊക്കെ കളരിയിലുണ്ടായിട്ടാണോ ഇങ്ങനെ നിൽക്കണതെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണ് ഞങ്ങൾ കാണിക്കുന്ന ഒരുപാട് വീഡിയോസ്. ഞാൻ 125 130 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യാൻ പോകുന്നു. ഇനി ഒരുപാട് ചെയ്യാൻ വേണ്ടി കിടക്കുന്നത്. അപ്പോൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാൾ അടിക്കാൻ നേരത്തെ ആദ്യമേ പുറം കൈ വെച്ചാണ് തടുക്കുന്നത്. അടിച്ചേ, എപ്പോഴും ഇങ്ങനെ തടുക്കാം. ഈ കയറി അടിക്കണം. അടിച്ചേ 1, ഈ കാല് കയറി ഏറ്റി വെച്ചടിക്കണം. ഓക്കെ, ഒന്നുകൂടെ അടിച്ചേ 1. പുറം കൈ വേണ്ട. ഈ കൈ തടുത്ത ഉടനെ ഈ കൈ വരുന്നുമ്പോൾ പെടലിയുടെ പുറകിൽ പൊത്തിയൊരു അടി വെച്ച് കൊടുക്കണം. ഒന്നുകൂടെ നോക്കണം. അടിക്കൊള്ളിക്കരുത്. ഞാനത് ജസ്റ്റ് കാണിച്ചു തരുന്നതിൽ ഞാൻ അതിൻ്റെ ശത്രുവിൻ്റെ മേളിൽ കൂടെ കൈ എടുത്ത് കാണിക്കത്തുള്ളൂ. ഇത് ഞാൻ കാണിച്ചു തരാം. ഒന്നുകൂടെ റെഡി, 1 അല്ല അടി. ഈ അടി ഇവിടെ വന്നോണേ ഇവിടുന്ന് ഒരു അടി തിരിച്ചു അടിക്കണം. അപ്പോൾ അടിക്കേണ്ട രണ്ട് സ്ഥലം, ഒന്ന് ഇത് അടിച്ചിട്ട് ഒന്ന് ഇത് പൊക്കി മലത്തി അടിക്കുക. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ഭാഗം. എന്നാലും അതൊന്നുകൂടെ ശ്രദ്ധിച്ചോ. റെഡി, 1 അടുത്ത് അടിച്ച് അപ്പോൾ അവിടെ നിന്ന് തന്നെ തലയുടെ ബാക്ക് വശോ ഫ്രണ്ട് വശോ അടിക്കണം. ഓക്കെ, ഒന്നുകൂടെ സ്ലോയില് 1 2. അപ്പോൾ നമ്മൾ ഈ പഞ്ച് ചെയ്യണ രീതി തന്നെ, സൈഡ് പഞ്ച് ചെയ്യണ രീതി തന്നെയാണ് ഈ അറ്റാക്ക്. റെഡി, ഒന്നുകൂടെ 1 2. അപ്പോൾ അത് കൊള്ളിക്കേണ്ട രീതിയുണ്ട്. ഇങ്ങനെ കൈ തള്ളിച്ച് ഒരു വിരൽ തള്ളിച്ചിട്ട് നമുക്ക് അടിക്കാം. ഇവിടെ അടിക്കാം, വടി വീഴും പോലെ വീഴും. ചില ഇവിടെ അതുപോലെ അടിക്കുക. അപ്പോൾ രണ്ട് പ്രയോഗമാണ് ഇവിടെ നോക്കിയാണ് ഒറ്റ അറ്റാക്കിൽ കാണിക്കുന്നത്. റെഡി, 1. ഓക്കെ, ഇനി കുനിയണ്ട, ഞാൻ ചെറുതായി ടച്ച് ചെയ്താണ്. റെഡി, 1. ഇതുണ്ട് ബ്ലോക്ക് വിത്ത് അറ്റാക്ക്. അടിച്ച് വെച്ചാണ് തിരിച്ച് അടിച്ച്. അത്ര കരുത്തോടെ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ അടിക്കണ്ടേ, ഇവിടെ വരിയും ഇവിടെ അടിച്ച് പൊക്കികളാണ്. അപ്പോൾ ഈ പെടലിക്ക് പിന്നെ തല ബാലൻസ് ചെയ്ത് പിടിക്കത്തില്ല. ഇതാണ് ഈ ടെക്നിക്ക്. ഒന്നുകൂടെ സ്ലോലി നോക്കണം. 1 തടുത്ത്, പുറം കൈക്ക് തടുത്ത് അടിച്ച്. മൂന്നാമത്തെ ഒരു ഡേഞ്ചറാണ്. ഇത് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. അപ്പം അത് ഒരിക്കലും ചെയ്ത് ഒരാളെ പോലും ചെയ്ത് നോക്കരുത്. മുട്ടുകൈ കണ്ട പ്രയോഗം. അടിച്ച് തടുത്ത് ഇതാണ് കുത്തിയിറക്കണം. ഇവിടുന്ന് കുത്തിയിറങ്ങും. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. റെഡി, 1 തടുത്ത് ഇതാണ്. അപ്പോൾ ഒന്നുകൂടെ അത് സ്ലോയിൽ ഞാൻ കാണിച്ചു തരാം. റെഡി, 1 തടുത്ത് ഇങ്ങനെ അടിക്കണം. ഇങ്ങനെ മേളിൽ നിന്ന് ഇരുത്തിയായിരിക്കണം. നമ്മളെ ഐഡി പിള്ളേരെ നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണ് ഇടിക്കുന്നതിന് ഒരു കൂമ്പെടുത്തിരിക്കുക. ഈ കൂമ്പിനടി ഒന്നുകൂടെ. റെഡി, 1. ആള് ചെല്ലാന്നത് മാറി. അപ്പം നമ്മൾ മേളിൽ നിന്ന് ഇരുത്തിയായിരിക്കണം. നിങ്ങൾ നോക്കിയാൽ റെഡി, 1 2 3 4. ഒന്നുകൂടെ 1 2 3
കണ്ടല്ലോ. അത് കഴിഞ്ഞ് സ്പീഡിൽ അറ്റാക്ക് ചെയ്താൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഇവിടെ ശ്രദ്ധിക്കുക. ഒരാൾ കോറിക്കൊണ്ട് വന്ന് ആയുധമായിട്ട്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയും ആയുധം കൊണ്ടുവന്നവരെ ഇടിക്കാം, ആയുധം കൊണ്ടുവന്നാൽ നമ്മളെ കൊല്ലാനാണ്. അല്ലതാ അടിക്കുന്നവരെ ഇതുപോലെ ടെക്നിക്ക് ചെയ്യരുത്. ഇടിക്കുന്നവരെയൊക്കെ ചെയ്യേണ്ടത് അടിച്ച് ഒരു തള്ള് വെച്ച് കൊടുത്താൽ മതി. നല്ല കുലുക്ക് തള്ളാൻ നേരത്ത് നമ്മളൊന്ന് കുലുങ്ങണം, ഒന്ന് ഉടയണം ശരീരത്തിൽ. നമ്മളൊരു ഒരു പിടുത്തം പിടിച്ചാൽ ഒന്ന് കുലുക്കി വിട്ടാണ്. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അവരെയൊന്നും നമ്മൾ ഒരുപാട് ദ്രോഹിക്കരുത്. എവിടെ കയറി പിടിച്ചാലും പിടിക്കുന്ന സ്ഥലം അടച്ചു പിടിച്ചിട്ട് ഒന്ന് കുലുക്കി എടുത്ത് വിട്ടാണ്. ഇങ്ങനെ ബൗൺസ് ചെയ്യുന്ന പോലെ എടുത്ത് പിടിച്ചിട്ട് കുലുക്കി വിടണം. അല്ലാതെ ദ്രോഹിക്കുകയും ചെയ്യരുത്. ഇത് നോക്കണം. ഇതൊന്ന് ഫാസ്റ്റായിട്ട് ഞാൻ കാണിക്കാം. റെഡി 1 അടിച്ച്, റെഡി 1 അടിച്ച്. അപ്പോൾ ഇത് ഇത്ര ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ നിന്ന് ചെയ്യാൻ നേരത്ത് ഇതേ കൈയുണ്ട്, ഈ കൈ കണക്കാണ്. ഇതേ ഇവിടെ അടിച്ചേ. ഇതാണ് ഇവിടുന്ന് അടിച്ചിട്ട് ഇതാ പൊത്തി അടിക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കണം. മുഖത്ത് എവിടെ കൊണ്ടാലും മൂക്കിൻ്റെ തുമ്പത്ത് കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല. രണ്ട് കണ്ണും പൊത്തി അടിച്ചാൽ അതാണ് അതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളാം. ഞാൻ സ്ലോയിൽ എങ്ങനെയാണ് പഠിക്കണേന്ന്. ഫസ്റ്റിലത്തെ ഒറ്റ കൈക്ക് തടയിടാൾ, പുറം തടല, എന്നിട്ട് അടിച്ച്. രണ്ടാമതാ ഇടത് കൈ ഉയർത്തി തടയിട്ടിട്ട് തട്ടി മാറ്റണം. എന്നിട്ട് ഇത് ബലം പിടിക്കണമെങ്കിൽ ഇവിടെ കയറി ഒറ്റയടി ഇവിടുന്ന് ഇട്ട് കൊടുക്കണം മേളിൽ നിന്ന്. എന്നാൽ മാത്രമേ ആ ഇടി ഏക്കത്തുള്ളൂ. അത് കുഴപ്പം പിടിച്ചിടിയ അതാൾ ഇടി ഏറ്റെന്ന് കണ്ടാൽ അതിൻ്റെ ശരീരത്തിൽ നോക്കിയാൽ നീലപ്പുണ്ടാവും, മുഖത്ത് ഇച്ചിരി വളർച്ച, നീലപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓർത്താണ് അത് ഡേഞ്ചറാണ്, തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഓർത്താണ്. അതാണ് ഞാൻ പറഞ്ഞ അതിന് ചികിത്സയില്ല, അത് മരണപ്പെട്ടു പോകും. അപ്പോൾ അതാണ് ഞാൻ നോക്കുന്നത്. ഓരോ വീഡിയോ ചെയ്യാൻ നേരത്ത് ഞാൻ എങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. നമ്മുടെ കല വലുതാണ്. ഇതൊരിക്കലും ചെറുതാക്കി കാണരുതും. ഇതൊക്കെ വളരെ വിദഗ്ധമായ സൂക്ഷ്മതയോടെ ചെയ്ത് പഠിച്ചതാണ്. അത് കാരണം ഞാൻ പറയുന്നത് തറപ്പിച്ച് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇടി ഒരാളെ ഇടിക്കരുതും. നല്ല ഈ കല പഠിച്ച് നിങ്ങൾ വെച്ചേക്കണം, അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യബോധം. ഇനി ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.